നൽകിക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. That is Roof and Chill. കേരളത്തിലെ പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഡയമണ്ട് പെയിന്റ്സിന്റെ ഡീലേഴ്സ് മീറ്റ് കണ്ണൂർ കക്കാട് ഹോട്ടൽ ഗ്രാൻഡ് ഫിനാലെയിൽ നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡയമണ്ട് പെയിന്റ്സിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവരുകളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നിറഞ്ഞൊരു കൈയ്യടി നൽകാട്ടോ. കാരണം ശരിക്കും ഈ ഒരു അവസരം എന്ന് പറയുന്നത് 35 വർഷത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയിൽ എഴുതി വെക്കാൻ പറ്റുന്ന സച്ചിൻ സൂര്യകാന്ത് ബഗീച്ച ആൻഡ് അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ അദ്ദേഹത്തെ മുന്നോട്ടേക്ക് ഞങ്ങൾക്കുള്ള മൊമെന്റിന് ഈ വേദിയും സദസ്സും ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട അടുത്ത തിരി തെളിക്കുന്നതിനായിട്ട് കണ്ണൂർ ഹോട്ടൽ ഗ്രാൻഡ് ഫിനാലെയിൽ നടന്ന ഡയമണ്ട് പെയിന്റ്സ് ഡീലേഴ്സ് മീറ്റ് 2026 ആഘോഷമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡയമണ്ട് പെയിന്റ്സിന്റെ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് മേയർ നിർവഹിച്ചു. ബിറ്റു കോട്ട്, സ്റ്റോൺ കോട്ട്, ലെക്സ് ഗാർഡ്, ഓറ ഗ്ലോസ്, റൂഫ് ചിൽ എന്നീ 5 പ്രൊഡക്ട്സ് ആണ് വിപണിയിൽ അവതരിപ്പിച്ചത്. ഇതാ നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മേയർ. ആദ്യത്തെ പ്രോഡക്റ്റ് ഈ വേദിയിൽ വെച്ച് ഇതാ ലോഞ്ച് ചെയ്യുന്നു. Ladies and gentlemen, please join your hands together. ആ ഒരു കത്തം നീക്കിക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. That is Roof and Chill. അതായത് 10 വർഷത്തെ വാറന്റി നിങ്ങളുടെ ടെറസിനെ ഏറ്റവും കൂളാക്കി സൂക്ഷിക്കാനുള്ള ഒരു പവറുമായിട്ടാണ് റൂഫ് ചിൽ എന്ന ഈ ഒരു പ്രോഡക്റ്റ് 1992 2 പ്രൊഡക്റ്റുകളുമായി ആരംഭിച്ച സംരംഭം ഇന്ന് 150ഓളം പ്രൊഡക്റ്റുകളുമായി വളർന്നതിൽ സന്തോഷമുണ്ടെന്നും ഗുണമേന്മയുള്ള സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഡയമണ്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ടി സന്തോഷ് കുമാർ പറഞ്ഞു. ഡീലേഴ്സ് മീറ്റ് 2026 വർണ്ണസംഗമം ഇന്നിവിടെ എത്തിയ മുഴുവൻ ഡീലർമാരെയും ബഹുമാനിയായ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ബഹുമാനായ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മക്കേച്ച, ബഹുമാനിയായ ജനറൽ സെക്രട്ടറി NMCC ശ്രീ അനിൽകുമാർ, KSSIA ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കരിക്ക, അതിലേറെ പ്രിയപ്പെട്ട ഡീലർമാരെ, മറ്റ് സുഹൃത്തുക്കളെ, ഈ ഡയമണ്ട് പെയിന്റ്സിന്റെ ജൈത്ര യാത്രയെപ്പറ്റി ഇവിടെ ഒരു പ്രൊഫൈലുകളും മറ്റു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരു ചരിത്രം വിളമ്പുന്ന ഒരു കാലഘട്ടമായിരുന്നു ഡയമണ്ട് പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 35 വർഷം. 1992 സ്റ്റാർട്ട് ചെയ്തു. കേവലം 2 പ്രൊഡക്റ്റാണ് അന്ന് നമ്മുടെ ഡീലർമാർക്കൊക്കെ ഏതാണ്ട് ഊഹിക്കാൻ പറ്റുന്നതാണ്. ഒരു 2 പ്രൊഡക്റ്റ് മാത്രം, വാർണിഷും ഓക്സൈഡ് എന്ന 2 പ്രൊഡക്റ്റ് മാത്രം വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മുടെ കണ്ണൂർ പോലത്തെ തീരെ വികസനം അല്ലാത്ത കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഒരു പെയിന്റ് കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വല്ലാതൊരു പേടിപ്പെടുത്തുന്ന ഒരു രംഗമായിരുന്നു. എങ്കിലും ഏതായാലും ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയായാലും ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കുത്തകകളായ പല MNC കമ്പനിക്കാരെയും കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ഉദ്യമമാണ്. എങ്കിൽ കൂടി അത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്ത് തന്നെയാണ് ഞങ്ങൾ ആ പ്രയാണം ആരംഭിച്ചത്. ഇന്ന് ഞങ്ങൾ ഏതാണ്ട് ഒരു 150ഓളം 150-ന് മേലെ പ്രോഡക്റ്റുകളുമായി ഡയമണ്ട് പെയിന്റ്സ് ത്രൂ ഔട്ട് കേരളയും കേരളത്തിന് പുറത്ത് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലുമായി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഈ മേഖല സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഡയമണ്ട് പെയിന്റ്സിന്റെ പ്രത്യേകത. പല മേഖലകളിലും കാണുന്നത് പോലെ അനുകരണ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഡയമണ്ട് പെയിന്റ്സ് പല കാര്യങ്ങളും ചിന്തിച്ച് തുടങ്ങിയത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യമായി
ഡയമണ്ട് ആക്രിൽ എന്ന കളർ പോളിഷ്, ഇന്റർലോക്ക് കളർ പോളിഷ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് കേരളത്തിലും പുറത്തും വിദേശത്തും നമുക്ക് മോശമല്ലാത്ത രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. എല്ലാവരും നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ 150 പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയോടുകൂടി, ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റിയോടുകൂടി നമ്മുടെ പ്രൊഡക്റ്റുകളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമാണ് നമ്മുടെ ഫോക്കസ്. അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് 100-150 പെയിന്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കേരളത്തിലുണ്ട്. അതിൽ ഇന്നത്തെ ഡയമണ്ട് പെയിന്റ്സിന്റെ സാന്നിധ്യം ഏതാണ്ട് മുൻനിരയിലാണെങ്കിൽ കൂടി ഡയമണ്ട് പെയിന്റ്സിന്റെ ലക്ഷ്യം അത് ഒന്നു മാത്രമല്ല. ഡയമണ്ട് പെയിന്റ്സ് ഈ വർഷം ഞങ്ങൾ കേരളത്തിൽ മാനുഫാക്ചറിങ് രംഗത്ത് കേരളത്തിലുള്ള എല്ലാ ഈ 150 യൂണിറ്റുകൾക്ക് വ്യത്യസ്തമായി മുൻപന്തിയിൽ എത്തും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യവും ഒരു ഇച്ഛാശക്തിയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. പുതിയ ഉൽപ്പന്നങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ ഡയമണ്ട് പെയിന്റ്സ് റീജിയണൽ സെയിൽസ് മാനേജർ ബി ബിനേഷ് അവതരിപ്പിച്ചു. മറ്റു ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും ഉപയോഗങ്ങളും ഏരിയ സെയിൽസ് മാനേജർ പ്രബീഷ് വിശദീകരിച്ചു. കണ്ണൂർ ജില്ലാ KSSIA പ്രസിഡന്റ് സി അബ്ദുൽ കരീം, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സി അനിൽകുമാർ, ഡയമണ്ട് ഗ്രൂപ്പ് HR വിഷ്ണുപ്രിയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 1992 ആരംഭിച്ച ഡയമണ്ട് പെയിന്റ്സ് കഴിഞ്ഞ 35 വർഷങ്ങളിലായി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യം ആശംസയാണ്. പക്ഷേ അതിലുപരി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അഭിനന്ദിക്കാനും എൻ്റെ സന്തോഷം പങ്കിടാനുമാണ്. അസുഖമാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു ചടങ്ങിന് പങ്കെടുത്തത് തന്നെ എനിക്ക് സന്തോഷത്തോടും അതുപോലെ വൈഫിനോടുള്ള ആ ഒരു അടുപ്പം കാരണമാണ്. 3 ദിവസമായി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. യൂണിറ്റി പെയിന്റ് ആണ്.